ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സെക്കൻഡ് ഡേ. ഇന്ന് നമ്മൾ പോകുന്നത് ലേക്ക് ലൂയിസ്, ലേക്ക് മൊറൈനിലൊക്കെയാണ്. അപ്പം നമ്മുടെ ഡേ സ്മൂത്ത് ആക്കാനും കുറച്ച് എഫേർട്ട്ലെസ് ആക്കാനും നമ്മളൊരു എന്താ ബുക്ക് ചെയ്തേക്കുന്നത്, സീ ടൂർ. അപ്പോൾ അവർ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പം അതിന് വേണ്ടിയുള്ള ക്യാബ് വെയിറ്റിംഗ് ആണ്. ബാക്കി കാഴ്ചകൾ ഇനി അവിടെ. Toronto, Montreal, or Vancouver. But still, it makes up about 15% of Canada's GDP. ഒരു എയർ ബസ്സിലാണ് അവർ നമ്മളെ ടൂറിന് കൊണ്ടുപോയിരുന്നത്. നമുക്കൊരു ഗൈഡും ഉണ്ടായിരുന്നു, ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഓരോ കല്ലും മണ്ണും മലയും കുന്നും എല്ലാത്തിനെയും പറ്റി പുള്ളി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. So Kananaski is a resort village, mostly for hosting important meetings. If you are familiar with G7 Summit, so this year's G7 Summit, this bridge in front of us, this is actually an animal bridge. It was designed for animals to go across the highway. So there are 6 animal bridges in total. This is the only one in Calgary area. ഞങ്ങൾ ആദ്യം തന്നെ ഫ്രണ്ട് സീറ്റ് അങ്ങ് പിടിച്ചു. ആൻഡ് ബസ്സിൽ ഓൾമോസ്റ്റ് ഒരു 33 ആൾക്കാരും ഉണ്ടായിരുന്നു. കാൽഗറി ടു ബാൻഫ് എന്ന് പറയുന്നത് ഒരു 1.5 hours ഡ്രൈവാണ്. അവിടുന്ന് തന്നെ ഞങ്ങൾ ആദ്യം പോയത് ലേക്ക് എമറൽഡിലോട്ടാണ്. അങ്ങനെ ബാൻഫിൽ നിന്നും ഒരു 1 hour ഡിസ്റ്റൻസ് ഉള്ള എമറൽഡ് ലേക്കിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആ ടൂർ ഗൈഡ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നത് ഈ ഒരു ലേക്കിൻ്റെ ഈ കളറ് വന്നത് ഇവിടെ മൗണ്ടൻ ഉണ്ടായത് കൊണ്ടിട്ട് അതിൽ നിന്ന് എന്തോ ഒരു ജ്യൂസ് ഇങ്ങനെ വരും, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറ്. പക്ഷേ വെരി ബ്യൂട്ടിഫുൾ. Here we also have options for canoeing and kayaking. I really wish we could do it, but നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടിട്ട് പിന്നെ പോയാൽ തിരിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവിടെ ലോസ്റ്റായിട്ട് നടന്നേനെ. സോ നമ്മൾ അതിന് പോയില്ല. കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി വെതറി അങ്ങനെ നടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര നേരം അവിടെ നിന്നാലും മതി വരത്തില്ല. ബിക്കോസ് നല്ല ആ ഒരു ടർക്കോയ്സ് ബ്ലൂ വാട്ടറാണല്ലോ, അപ്പം നല്ല രസമാണ് കാണാൻ. എമറൽഡ് ലേക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നാച്ചുറൽ ബ്രിഡ്ജ് ആണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ നാച്ചുറൽ ബ്രിഡ്ജ്. നമ്മൾ ഈ ബസ്സിൻ്റെ അകത്താണ് ടൂർ പോയിക്കൊണ്ടിരുന്നത്. നമുക്കിപ്പം ലഞ്ച് ബ്രേക്കായി. 1 hour നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമാണ്. ഇതിൻ്റെ അകത്തൊരു വേറുണ്ട്, നോക്കിക്കേ. പറ്റിച്ചേ. നമ്മുടെ ലഞ്ച് ഇന്ന് ഒരു സ്പൈസി മീറ്റ് പിസ്സ. ലെറ്റ്സ് ഹാവ് ഇറ്റ്. 4 സൈഡും മൗണ്ടൻസ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ റോക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ക്രീച്ചേഴ്സും ഭയങ്കര പ്രെറ്റി ആയിട്ടുള്ള വാൾ ഡെക്കേഴ്സും ടേബിൾ പീസസും ഒക്കെ മേടിക്കാൻ കിട്ടുമായിരുന്നു. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബർട്ട ഹാസ് എ ലോവസ്റ്റ് ടാക്സസ് ഔട്ട് ഓഫ് ഓൾ ദ കനേഡിയൻ പ്രൊവിൻസസ്, വിച്ച് ഈസ് ജസ്റ്റ് അബൌട്ട് 5%. കമ്പയർഡ് ടു ഒണ്ടാരിയോ വളരെ കുറവാണ്. ഒണ്ടാരിയോയിൽ 13% ആണ്. അപ്പാർട്ട് ഫ്രം ഭയങ്കര ആ ഒരു തണുപ്പ് മാറ്റി വെച്ചാൽ ആൽബർട്ട ഇസ് എ വെരി ഗുഡ് പ്രൊവിൻസ് ടു സ്റ്റേ.
നമ്മൾ നേരെ പോയത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേക്ക് മൊറൈൻ വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ലേക്ക് ഇൻ ദ വേൾഡ്. It is accessible only by shuttle or public transport or a commercial bus, and it is typically visible from late May to October. നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, ഒരു ആഴ്ചയും കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ മൊറൈനിലേക്ക് ക്ലോസ് ചെയ്യുമായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. The rest of the time it will be frozen. So just make sure that you book your shuttle services prior. ഏറ്റവും മേലത്തെ വ്യൂ പോയിന്റ് വരെ എത്തണമെങ്കിൽ ഒരു 10 മിനിറ്റ്സിൻ്റെ ഒരു ചെറിയ ഹൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ആയിച്ചാണ് കയറി പോയത്. Oh my goodness. What a stunning scenery. സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്തിട്ടും കൊതി തീരുന്നില്ല. അത്ര രസമുണ്ട് ഇവിടെ കാണാൻ. ഇച്ചായൻ കുഴപ്പമില്ല എന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ മൊമെൻറ്റ് ദാറ്റ് വിൽ സ്റ്റേ വിത്ത് യു ഫോർ എവർ. ആ ഒരു വ്യൂ എപ്പോഴും ഇങ്ങനെ കണ്ണിലിങ്ങനെ ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് സോ റിഫ്രഷിങ് ആൻഡ് ഭയങ്കര നല്ല രസമായിരുന്നു. നമ്മുടെ ഋത്തിക് റോഷൻ്റെയും പ്രീതി സിന്ധയുടെയും കോയി മിൽ ഗയ എന്ന മൂവിയിലെ ഫേമസ് ആയ കോയി മിൽ ഗയ ആ സോങ് അല്ലേ, അതും ബാൻഫിലെ തന്നെ പെയ്ത്തോ എന്ന് പറഞ്ഞ ലേക്കിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് ഈ സ്പേസിൽ. ഓൾറൈറ്റ്, അടുത്ത് നമ്മൾ വന്നത് ലേക്ക് ലൂയിസ് ആണ്. ലേക്ക് മൊറൈൻ്റെ ഒരു 20 മിനിറ്റ്സ് എവേ ഉള്ള ഒരു ലേക്കാണ് ലേക്ക് ലൂയിസും. ഇതും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പണ്ട് നമ്മൾ നോട്ട്ബുക്കിലൊക്കെ കാണത്തില്ലേ, അതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ വരുന്ന പോലെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ചുറ്റി കറങ്ങിയിട്ട് വരാം. Wow, look at those views. Stunning scenery. ഇതാണ് ഹോട്ടൽ ലീ ചദ്ന്യൂ. ഇവിടെ വളരെ ഫേമസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ പോയി കാണാൻ പറ്റുന്ന അങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. വാവ്. നമ്മുടെ ഗൈഡ് പറഞ്ഞ അനുസരിച്ച് ലേക്ക് ലൂയിസ് ഇസ് 2 kilometers long and 1 kilometer wide. Mountains. Yeah, Fairmount Chutney, Lake Louise. Honestly speaking, we felt like it was a very small heaven on earth. കുറച്ചധികം നേരം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ മൗണ്ടെയ്ൻസും ആ ബ്ലൂ വാട്ടറും റോക്സും എല്ലാം കൂടിയിട്ട് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് വ്യൂ. ആസ് യൂഷ്വൽ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാളും കൂടുതലായിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതൊന്നും കണ്ടു കഴിഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു ഫുൾ ഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് ഹോട്ടലിലെത്തി. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. ടയറാണോ? അല്ല, ഫ്രഷ്. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫുഡും എല്ലാം ഇവിടെ മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കുക, ഉറങ്ങാം. പക്ഷെ ഇന്നലത്തെ അത്രയും നമ്മൾ ടയേർഡല്ല, കാരണം നമുക്ക് ടൂർ ഗൈഡ് ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളി എല്ലായിടത്തും കൊണ്ടുപോയല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ടയേർഡല്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് കാണാം.
Thanks for watching our video, guys. I'll be coming out soon with the rest of our videos in Banff. Bye bye until next time.